ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് ബ്ലോക്സ് ഫ്രൂട്ട്സ് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. നമുക്കെന്തായാലും ഗെയിമിലോട്ട് എടുക്കാം. പിന്നെ ഈ ഗെയിം അറിയാത്തവർക്ക് വൺ പീസ് എന്ന് പറഞ്ഞ ഒരു ആനിമെ അഥവാ ജാപ്പനീസ് കാർട്ടൂണ് നിന്ന് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഗെയിം. ഈ ഗെയിമിൽ നമ്മൾ ഓരോ ഐലൻഡ്സ് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ ഓരോ ക്രിയേച്ചേഴ്സിനെ കൊല്ലുക. അതൊക്കെയാണ് ഈ ഗെയിമിൽ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ കുരങ്ങനുണ്ട്, നമുക്ക് അതിനെ കൊല്ലാം. വീഡിയോ തുടങ്ങുമ്പോൾ പൈരറ്റ്സ് പിന്നെ മറൈൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നില്ല. അതെന്താ വെച്ചാൽ പൈരറ്റ്സിന് ചൂസ് ചെയ്ത് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. മറൈൻസ് ആകുമ്പോൾ കുറച്ച് ഡീസൻ്റ് ആവും. ആൾക്കാർ അങ്ങനെ കൊല്ലരുത്. അപ്പോൾ ഞാൻ എന്തായാലും പൈരറ്റ്സ് എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗൈസ്, നമുക്കൊരു തോക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ തോക്ക് തീരും പവറില്ല പ്ലസ് റീലോഡ് ആവാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. പറന്നു പോകണം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്ര അങ്ങോട്ട് പവർ കിട്ടണില്ല. നമ്മളെ സ്വാഡിന് പവർ ഉണ്ടാകുന്നത് മനസ്സിലായി. അതാ ഡ്രാഗനൊക്കെ അത് അവിടെ. ഗൈസ്, ഡ്രാഗനൊക്കെ അവിടെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഗണ്ണിൻ്റെ പവർ കിട്ടാം. ഇപ്പം നമ്മൾ ഗണ്ണല് മേടിച്ചത്, അപ്പം നമുക്ക് ഗണ്ണിൻ്റെ പവർ കിട്ടാം. ഗൈസ്, കുറച്ചൊക്കെ പവർ ആക്കിയിട്ടാം. പിന്നെ ഗൈസ്, നമ്മളെ കട്ടാന പറഞ്ഞ സാധനം ഇതാണ്. ഇത് അടിപൊളി സാധനം കേട്ടോ. മറ്റേനേക്കാളും നല്ല സാധനമാണ്. ഞാൻ ഫസ്റ്റ് മേടിച്ചത് അത്. ആ ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. ഇപ്പോൾ വീഡിയോ ഇടാം. നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കണം, നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി. ആ ഗെയിമേ കളിക്കണമായിരിക്കും. അതായത് സ്ക്വയറങ്ങനെ അതൊക്കെ വരുന്നത്. എടാ അവനെന്തറാ ഗൈസ്, നമ്മൾ കഷ്ടപ്പെട്ട് അവൻ എടുത്തുകൊണ്ടാകാൻ പോകുന്നതാണ്. ഗൈസ്, നമ്മുടെ കുരങ്ങനെ അവൻ കൊണ്ടുപോയി. നമ്മൾ കഷ്ടപ്പെട്ട് അത്ര പകുതി ആക്കിയതാണ്, അവൻ കൊണ്ടുപോയി തൊലച്ച്. അത് പോട്ടെ, നമുക്ക് എന്തെങ്കിലും ബോട്ട് ഡീലറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ബോട്ടൊക്കെ മേടിക്കാം. ഗൈസ്, നമ്മൾക്ക് സ്ലൂപ്പ് മേടിക്കാം. ഗൈസ്, നമ്മൾ സ്ലൂപ്പും $300 കൊടുത്ത് മേടിച്ചിട്ടാണ്. പൈസ ഒന്നും നോക്കിയില്ല, നമ്മളത് മേടിച്ചു. ഗൈസ്, നമുക്ക് ഇതിൻ്റെ പറ്റിയിട്ട് അത്ര അറിയില്ല കേട്ടോ, ഈ ബോട്ട് ഓടിക്കണം എങ്ങനെയെന്ന്. എടാ തോക്കൊക്കെ ഉണ്ട് കേട്ടോ, കാനഡൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ബോട്ട് എങ്ങനെ ഓടിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഗൈസ്, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ നോക്കിയതാണ്, നിലത്തെടുക്കുന്നുണ്ട്. ഗൈസ്, കുറേ നേരത്തെ കഷ്ടപ്പെടലില്ല ഇതാ ബോട്ട് നമ്മൾ ഓടിക്കണ്. ഗൈസ്, ഉദ്ഘാടനം ഞാൻ തന്നെ കഴിച്ചിട്ടാ. 300 ബോട്ടാണ്, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് നമുക്ക് നോക്കണം. അവിടെ ഒരു ടാർഗറ്റ് കിട്ടിക്കണം കേട്ടോ. നമുക്ക് ജംഗിളിൽ പോകണം. ജംഗിളിൽ എങ്ങനെ വെച്ചാൽ കുരങ്ങന്മാരുണ്ടാവും, ഗൊറില്ലാസ് ഉണ്ടാവും, ഗൊറില്ല കിങ് ഉണ്ടാവും. അവർ നമ്മുടെ അടുത്ത് പറയും ഗൊറില്ലാനെ വന്നാൽ ഇത്ര പൈസ കിട്ടും, മങ്കിനെ വന്നാൽ ഇത്ര പൈസ കിട്ടും. അങ്ങനെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് അവരെ കൊല്ലണം. അപ്പോൾ നമുക്ക് അത്ര പൈസ തരും, അവർ പറഞ്ഞ പൈസ തരും നമുക്ക്. അത്രേ ഉള്ളൂ. ഗൊറില്ല കിങ്ങിനെ കൊല്ലാൻ നല്ല പണിയാട്ടോ. ഗൈസ്, നമുക്ക് വണ്ടി നല്ലപോലെ കൺട്രോളൊന്നും ചെയ്യാൻ പറ്റണില്ല, അത്ര സ്മൂത്തൊന്നും അല്ല കേട്ടോ. ഇത്ര വലിയ ഷിപ്പ് ഒറ്റക്കല്ല ഓടിക്കണത്. ഒറ്റക്ക് തന്നെ ഓടിക്കൽ, എന്നാലും ഗൈസ് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇത്ര വലിയ ബോട്ടൊക്കെ ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ല. ചെറിയ ബോട്ടൊക്കെ ആയിരുന്നു നമ്മൾ റോക്കറ്റ് വിടുന്ന പോലെ പോയിന്ന്. ഗൈസ്, നമ്മളെ ആൾക്കാരൊക്കെ നമ്മളെ ഷിപ്പ് നോക്കണ്ടാവും മേ ബി. ഗൈസ്, നമ്മളെ ഷിപ്പ് ചെറുതായിട്ടൊന്ന് തള്ളിയിട്ടിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ചാടി വരേണ്ട അവസ്ഥയായി. കുഴപ്പമില്ല, കാരണം ഷിപ്പ് അത്ര സ്പീഡില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഐഡിയ ഉപയോഗിച്ചത്. ഗൈസ്, നടന്ന് ക്വസ്റ്റ് മാമൻ്റെ അടുത്തെത്തി. നമുക്ക് എന്താണ് എന്തെങ്കിലും മിഷന് കംപ്ലീറ്റ് ആക്കാം. പ്ലീസ് സെലക്ട് എ ക്വസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ അതേപോലെ. ഗൈസ്, നമ്മൾ ഗൊറില്ല കിങ്ങിനെ കൊല്ലാം. $2000 കിട്ടും കേട്ടോ ഗൊറില്ല കിങ്ങിനെ വന്നാൽ. നമുക്ക് പൈസേൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. നമ്മൾ അടിപൊളി വെപ്പണൊക്കെ മേടിക്കണം. ഇനി വലിയ കടയിൽ ക്വസ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കി. ഗൈസ്, നമ്മൾ ക്വസ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കി വലിയ കടയിൽ. പക്ഷെ എവിടെയാണ് ഗൊറില്ല കിങ് എന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം മങ്കിനെ കൊല്ലുകയാണ് ഞാൻ. ഗൊറില്ല കിങ്ങിന് സ്ഥലമൊക്കെ ഓർമ്മയില്ല, ഞാൻ ഇത് അത്ര കളിച്ചിട്ടില്ല. ഗൈസ്, മങ്കീനെ നമ്മൾ കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് മങ്കിനെ കൊല്ലുമ്പോൾ പൈസ കിട്ടും കേട്ടോ. പക്ഷേ ഏതൊരു വധൂരി വന്നിട്ട് നമ്മളെ മങ്കിനെ കൊല്ലാമെന്ന്. ഗൈസ്, നമ്മൾ ബോട്ട് മേടിക്കാൻ വന്നിരിക്കണം. നമുക്ക് സ്ലൂപ്പ് മേടിക്കണില്ല, കാരണം പൈസ ഇല്ല. നമ്മൾ ഡിങ്കി മേടിച്ചിരിക്കണം, ഡിങ്കി. ഗൈസ്, നമ്മൾ ചെറിയ ബോട്ടാണ്, നമുക്ക് മറ്റേ റോയാലിറ്റി ഒന്നും ഇല്ല. അപ്പോൾ തൽക്കാലം റോയാലിറ്റി ഒന്നും വേണ്ട, നമുക്ക് വെറുതെ പൈസ ചിലവാക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അടുത്ത് പൈസ ഉണ്ട്, കാരണം 3865 ഉണ്ട്. അതിന് വേണ്ട, നമുക്ക് ബോട്ട് എടുത്തിട്ട് എവിടേക്കെങ്കിലും പോവാം. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നുമില്ല. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടോ. എവിടെ വരെ എത്തി? മിഡിൽ ടൗൺ എത്തി. മിഡിൽ ടൗണിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. ടൗണാണ് തോന്നുന്നു. ടൗൺ ആകുമ്പോൾ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടൗണല്ലേ. ടൗൺ എന്ന് വെച്ചാൽ സിറ്റി ഒക്കെ ആകുമ്പോൾ കുറച്ച് പവറാവുണ്ടാവില്ലേ. ഗൈസ്, ഇതിൽ ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങളാണ്. നമ്മൾ വെപ്പൺ ഡീലറിൻ്റെ അടുത്ത് വന്നു കേട്ടോ. സ്ലിംഗ് ഷോട്ട് മേടിക്കാം. എത്ര വില നോക്കാം? 5000. ക്വിക്ക് ഫയറിങ് വെപ്പൺ 5000.
5000 ഒന്നും നമ്മുടെ അടുത്തില്ല കേട്ടോ. നമുക്ക് വേറെ വല്ലതും നോക്കാം. മസ്കറ്റിന് എത്ര? 8000. ഗൈസ് നമ്മളെന്തായാലും അവിടെ നിന്ന് പോവാണ്. അത്ര പൈസയൊന്നും എൻ്റെ അടുത്തില്ല. നമുക്ക് ഹോം പോയിന്റ് നമ്മളിതാക്കിയല്ലോ, നമ്മളെ വീട് ഇതാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്ത് അവിടെ എത്തും. ഗൈസ് നമുക്ക് ബ്ലോക്സ് ഫ്രൂട്ട് ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ബ്ലോക്സ് ഫ്രൂട്ട്സ് മേടിക്കാം. ഈ ഫ്രൂട്ടായിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ പറഞ്ഞ കേട്ടിരിക്കണം അതിനും 5000 ആണ്. അതിന് നമ്മുടെ അടുത്ത് പൈസ ഇല്ല എന്തായാലും. ഇതെന്താന്ന് യൂസ് എന്ന് എനിക്കറിയില്ല. ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ചിലപ്പോൾ കഴിക്കാനാവാൻ ചാൻസ് ഇല്ല. വേറെ എന്തെങ്കിലും. ഗൈസ് നമ്മൾ ബോട്ട് എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാൻ വിചാരിച്ച്. അവിടെയൊക്കെ നല്ല പൈസയാണ് എല്ലാ സാധനത്തിനും. ടൗണല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പൈസ ഉണ്ടാവും. ഗൈസ് നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ എവിടെ എത്തിയത്? പൈരറ്റ് സ്റ്റാർട്ടറിൽ നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. പൈരറ്റ് ആകുമ്പോൾ ആദ്യം വന്നില്ല, ആ സ്ഥലത്ത് എത്തി. ഗൈസ് നമുക്ക് കുറച്ച് ഷോ ആർക്കാം. വരായിട്ട് നമുക്ക് അടിക്കാം. ഇവരത്ര പവറൊന്നുമില്ല. ഗൈസ് പിന്നെ നിങ്ങൾ എത്ര ലെവലാണെന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഒരു 28ആണ്. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള കമൻറ്റ് ഞാൻ പിന്നെ ചെയ്ത് വെക്കും. മെയിൻ കമൻറ്റ് ഞാൻ ലൈക്കും ചെയ്യും. എല്ലാ കമൻറ്റും ഞാൻ ലൈക്ക് ചെയ്യലുണ്ട് സാധാരണ. എല്ലാത്തിനും റിപ്ലൈയും ചെയ്യലുണ്ട്. പക്ഷേ ഞാനത് പിന്നെ ചെയ്ത് വെക്കും ഏറ്റവും കൂടുതൽ ലെവലുള്ളത്. ഗൈസ് നമ്മൾ സ്വാഡ് ഡീലറിൻ്റെ അടുത്ത് ഒന്നുണ്ടെങ്കിൽ മേടിക്കാം. കട്ട്ലാസ് നമ്മൾ മേടിക്കുന്നുണ്ട് കേട്ടോ. 1000 ഉള്ളൂ. നമ്മളെ പൈലറ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ പൈസ കുറച്ച് കുറവാണ്. നമ്മളറിയുമ്പോൾ കുറച്ച് ബാർഗെയിൻ ചെയ്താൽ കിട്ടും. വെറുതെ പറഞ്ഞാൽ കേട്ടോ, ബാർഗെയിൻ ചെയ്തൊന്നും കിട്ടില്ല. ആ പൈസ തന്നെ കിട്ടുള്ളൂ. ഇത് ബാൻഡിറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മളിപ്പോൾ മിഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അവരെ കൊല്ലാം. നമ്മൾ empty fist ആയിട്ടാണ് അടിക്കണം. കണ്ടോ, $41 ഉള്ളൂ. ഗൈസ് നമ്മൾ empty fist ആണ്. അത്ര പവർ നമ്മളെ empty fist മതി വരെ തോൽപ്പിക്കാൻ. ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടായിരുന്നതിന് അത്ര പവർ ഒന്നുമില്ല. കുറച്ചൊക്കെ ബിഗിനറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ബിഗിനറല്ല, അതിൻ്റെ താഴെയാണ്. ഗൈസ് നമ്മൾ അടിക്കടാ, നമ്മളെ എല്ലാവരും കൂടി അടിക്കണത് എന്തേ? ഗൈസ് ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറിയതാട്ടോ. വേറെ ഇവിടെ പിടിച്ച് നോക്കി, അതാണ് ഇപ്പോൾ കണ്ടത്. ഗൈസ് രണ്ടാളും കൂടി നമ്മളടിക്കാൻ വരികയാണ്. ഗൈസ് നമ്മളെ കട്ടാനെടുത്താൽ തല അങ്ങോട്ട് ഇറക്കും. ഗൈസ് കട്ടാൻ അത്രയും പവർഫുള്ളാണ്. നമ്മളെ ഹാൻഡ് അത്ര പവറില്ല. പിന്നെ ലിയൻ്റെ ഹാൻഡ് ആട്ടോ പവർ. പിന്നെ ഇതിലില്ലേ ചില ആൾക്കാർക്ക് സ്കിന്ന് മാറ്റില്ലേ, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ഡ്രാഗനെ കണ്ടില്ലേ, അതൊക്കെ അടിപൊളി സ്കിന്ന്. നമ്മളെ അടുത്ത് അങ്ങനത്തെ സ്കിന്നൊന്നുമില്ല. നമ്മൾ ന്യൂബ് സ്കിന്നാണ്. ഗൈസ് കണ്ടാൽ നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് പോവും. നല്ല അടിപൊളിയാട്ടോ ഇത്. നമ്മളെ ചാട്ടം കുറച്ച് കൂട്ടാണ്ട്. ചാട്ടം കൂടുതലാണ് ഈ ഗെയിം നോർമൽ റോബ്ലക്സ് വെച്ച് നോക്കുമ്പോൾ. ഗൈസ് നമ്മൾ വീണ്ടും വന്ന് ഗൊറില്ല കിങ്ങിനെ കൊടുത്തിക്കണം. ഗൊറില്ല കിങ് എവിടെയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഗൈസ് നമ്മൾ ബോട്ട് എടുത്തിട്ട് ഗൊറില്ല കിങ്ങിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെയാണ്, ഈ ജംഗിളിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഒരു കാറ്റഗറിയിൽ ഗൊറില്ല കിങ്, അങ്ങനെ ഗൈസ് 3 കാറ്റഗറിയിൽ, ഒന്നിൽ മങ്കി, ഒന്നിൽ ഗൊറില്ല, ഒന്നിൽ ഗൊറില്ല കിങ്, അങ്ങനെ കേട്ടോ. ആ ഫസ്റ്റ് ക്വസ്റ്റ് ഒക്കെ ഉള്ളതിൽ മങ്കി ഉണ്ടാവുക. അത് എനിക്ക് കുറേ ഉള്ള സംശയമായിരുന്നു. അതാ ഗൈസ് ഗൊറില്ല കിങ്. കള്ളൻ അതവിടെ തലയും തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഗൈസ് ഗൊറില്ല കിങ് ആയതുകൊണ്ട് തോന്നുന്നു തലയിൽ കിരീടം ഉണ്ട് കേട്ടോ. നമുക്കതൊന്നും പ്രശ്നമില്ല, നമ്മളാണ്ട് അറ്റാക്ക് ചെയ്യും. നല്ല പവർഫുൾ ആണെന്നാണ് കേട്ടത്. പിന്നെ ഒരു വട്ടം ഞാൻ അറ്റാക്ക് ചെയ്ത് നോക്കിന്ന്, പക്ഷെ അപ്പം തന്നെ ഡെഡായി. കയ്യേറ്റ് ഇങ്ങനെ നിലത്തടിക്കൂട്ടോ, അപ്പം നല്ല പവർഫുള്ളാണ്. കാണാനല്ലോ ഇവിടെ. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ അറ്റാക്കാണ് ഞാൻ പറഞ്ഞത്, നിലത്തടിക്കണേ. എന്ത് പവറാടാ എടാ. പിന്നല്ലേ ഇത് അവർ ഗ്ലിച്ചാന്ന് വിചാരിച്ചിട്ട് അവർ ഒന്നുകൂടി റീസ്പോൺ ചെയ്യിപ്പിക്കുകയാണ് ഗൊറില്ലനെ. ആ ഭാഗത്ത് തന്നെ കുറേ നേരം കുടുങ്ങി നിൽക്കണോണ്ട് അങ്ങനെയാണ് എനിക്ക് അറ്റാക്ക് ചെയ്യാൻ അറിയുള്ളൂ. അല്ലാണ്ട് നെഞ്ചു വിരിച്ച് നേരെ പോയാൽ നല്ല പെട കിട്ടും. അതുകൊണ്ടാണ് ബാക്കൊക്കെ ഇങ്ങനെ പോകണ്ടിട്ടോ. നമ്മളെ ഗണ്ണ് കുറച്ചും കൂടി ഒന്ന് ലെവലപ്പാക്കി, കുറച്ചും കൂടി ലെവലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടി പവർ കിട്ടും. കുറച്ച് പവറുള്ള ഗണ്ണ് കുറച്ചും കൂടി പവർ കൂടുതലായിരിക്കും കേട്ടോ. നിങ്ങൾക്കറിയില്ല ഗൈസ്, കട്ടാനാണ് പവർ. പക്ഷെ കട്ടാന അടുത്ത് പോകണം. കട്ടാനായിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ കണ്ട റീസ്പോൺ ചെയ്ത് വീണ്ടും. ഗൈസ് ഞാൻ ആ ഭാഗത്തുനിന്ന് പോയിട്ട് എനിക്ക് ദേഷ്യം പിടിച്ച് കുറേ വട്ടം നമ്മൾ പകുതി വരെ ആക്കും, എന്നിട്ട് അവരൊന്നും കൂടി റീസ്പോൺ ആക്കും. അത് ഭയങ്കര പണി. അത് കുറച്ച് മോശം പരിപാടി ആയിട്ടോ. ഗൈസ് നമ്മൾ ആ ഹോം നോക്കിയപ്പോൾ ഹോമിലെത്തി. നമ്മൾ ഹോമം ചെയ്യാനാണ് വന്നത്, വെറുതെ ആണ്. ഗൈസ് അവിടെ ചെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. $275. ഓ വാവ്.
ലിയ ഫാൻറ്റസി ഏതാ അവിടെ ഷോറൊക്കെ നടക്കുന്നുണ്ട്. നമ്മളത്ര പവറൊന്നുമില്ല. നമ്മൾ അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കിയിട്ട് കേട്ടോ. നമ്മളൊരു വെട്ടിട്ടി അപ്പം തന്നെ തോൽക്കും. ഗൈസ് നമ്മൾ മങ്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ലെവൽ മങ്കിയാണെന്നാണ് അവർ പറയണത്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.